ഈ മരിച്ചയാൾ ആരാണ്? മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. സാറിന്റെ കൂടെ പിന്നെ ഞാൻ എങ്ങനെ ആയത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? നമ്മുടെ രക്തസാക്ഷി. INSP കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDPയുടെ ചുവന്ന കൊടി പതപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSP കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാൻ കെട്ട തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പതിപ്പിച്ചോടെ? ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻ കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക, ഞങ്ങൾ വീട്ടിലാഴ്ചയിൽ അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാനും ചാത്തുക്കുട്ടിയാരും INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങളൊരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊടിക്കീഴിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോര്. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ചയാളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദന ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSPക്കാരൻ ചോപ്പ് കൂടി ഒപ്പിച്ച് നോക്കിക്കണം. ശവങ്ങൾ ഇനിയും വീഴട്ടെ. അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് കൊന്നുകളയില്ലാത്ത ബോഡി ആംബുലൻസ് കെട്ട്. ഇൻസ്പെക്ടർ, വിലാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി, അത് മറക്കരുത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. RDP സിന്ദാബാദ്. RDP സിന്ദാബാദ്. RDP സിന്ദാബാദ്. ചലോ ചലോ ഹോസ്പിറ്റൽ. ചലോ ചലോ ഹോസ്പിറ്റൽ. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക. RDP കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന INSPയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. RDPക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ INSPയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് INSPയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും. അതെ അതെ, മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു. എല്ലാ പത്രക്കാരും വിളിച്ച് INSP പ്രവർത്തകന്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം. ബാക്കി ഞങ്ങൾ ഏറ്റു. പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. എന്താ എങ്ങനെ തിരക്കോ? എന്താണ് മന്ത്രി സാറേ, നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നതിലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ. ഇല്ല, പ്രതികളൊക്കെ ഒളിവിൽ പോയി. ഓക്കെ 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 സാർ, ഭാരത് മാതാ കി ജയ്. ഇരുന്നോളൂ. ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു, ഇന്ന് നിങ്ങൾ അതല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി. അതെ, മരണകാരണം ഹൃദയസ്തംഭനമാണത്രേ. 3-4 പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ. ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കൊലക്കേസിലെ പ്രതികളെ അല്ലാതായി. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ, അത് കഴിഞ്ഞു എന്ന് കരുതിയാ മതി. മിസ്റ്റർ നായർ, ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്കും. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ. റാസ്കൽ എന്ന് വിളിക്കുന്നതോ? വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ?
മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന് അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്. മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നല്ലോ. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ ഇപ്പൊ മക്കളുടെ ചെതിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ.